പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. എത്രയോ ആൾക്കാരാണെന്നറിയാമോ ഈ സങ്കീർത്തനങ്ങൾ ദിവസേന വായിച്ച് പ്രാർത്ഥിക്കുന്നത്? ചിലർക്കൊക്കെ ഈ സങ്കീർത്തനങ്ങളിലെ ചില അധ്യായങ്ങൾ തന്നെ മനപ്പാടാണ്. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങളും സംരക്ഷണവും ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. ഈ സങ്കീർത്തനങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവിത സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ ഈ പുസ്തകത്തിലെ 1 മുതൽ 150 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിനും സാഹചര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സങ്കീർത്തന ഭാഗങ്ങൾ രേഖപ്പെടുത്തി നോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് നമുക്കത് പ്രാർത്ഥിക്കാനായിട്ട് വലിയ ഉപകാരമാകും. ആരൊക്കെയാണോ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവർക്ക് വലിയ ദൈവാനുഗ്രഹവും വലിയ ദൈവസംരക്ഷണവും കർത്താവ് കൊടുക്കും. അന്നത്തെ കാലത്ത് യഹൂദന്മാർ ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലി അല്ലെങ്കിൽ പാടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് അറിയാമോ? അതിങ്ങനെയാണ്. അതായത് യഹൂദർക്കൊരു ദേവാലയമുണ്ട്. ആ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അഭിഷേകമുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ്. അഭിഷേകമുള്ള കുന്നിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് സ്ഥിതി ചെയ്യുന്നത് മോറിയ മലയുടെ മുകളിലാണ്. മോറിയ മല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകും. ആ മലയിലാണ് അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതും ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നതും. അപ്പോൾ വലിയ ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലം, വലിയ ദൈവിക അഭിഷേകമുള്ള ഒരു കുന്ന്, ആ മലയുടെ മുകളിലാണ് സോളമൻ കർത്താവിൻ്റെ ആലയം പണിയുന്നത്. ആ കുന്നിൻ മുകളിൽ വെച്ചിട്ടാണ് ദാവീദിനും കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ വലിയ അഭിഷേകമുള്ളൊരു മലയാണത്, വലിയ അഭിഷേകമുള്ളൊരു കുന്നാണത്. ആ കുന്നിൻ്റെ മുകളിലാണ് യഹൂദരുടെ ഏറ്റവും പരമപ്രധാനമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിൽ മുകളിലുള്ള ഈ ദേവാലയത്തിലേക്ക് യഹൂദർ പ്രാർത്ഥിക്കാൻ പോകും. പ്രധാനപ്പെട്ട തിരുനാളുകളിലൊക്കെ അവർ പോകുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഈ മലയിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ അവർ പാടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചില സങ്കീർത്തന ഭാഗങ്ങൾ അവരുപയോഗിക്കും. അങ്ങനെ പാടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ച സങ്കീർത്തന ഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 120 അധ്യായം മുതൽ 134 അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഈ 15 അധ്യായങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നത് പാടി പ്രാർത്ഥിക്കാനാണ്. അതായത് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഈ സങ്കീർത്തന ഭാഗങ്ങൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾക്ക് ആരോഹണ ഗീതം എന്ന് പറയുന്നത്. സോങ്സ് ഓഫ് അസെൻറ്റ്, മുകളിലേക്ക് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർ പാടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ച സങ്കീർത്തന ഭാഗങ്ങൾ. ഓർക്കുക, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർ അതും ഇതും പറഞ്ഞല്ല പോയത്, അവർ കുറ്റം പറഞ്ഞല്ല പോയത്, അവർ ലോകത്തെക്കുറിച്ച് സംസാരിച്ചല്ല പോയത്. അവർ സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മലമുകളിലേക്ക് കർത്താവിൻ്റെ തിരുനാൾ ദിവസങ്ങളിലെല്ലാം അവർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമൊക്കെ പോയത്. ഇങ്ങനെയാണ് അവർ അഭിഷേകം പ്രാപിച്ചത്. ഇങ്ങനെയാണ് അവർക്ക് ദൈവാനുഗ്രഹം കിട്ടിയത്. ഇങ്ങനെയാണ് അവർക്ക് ദൈവ സംരക്ഷണം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൽ നിന്നൊക്കെ വലിയൊരു പാഠം പഠിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കാറിലായിരിക്കാം പോകുന്നത്, ഒരുപക്ഷെ നടന്ന് ഒരുമിച്ചായിരിക്കാം പോകുന്നത്. നമ്മുടെ സംഭാഷണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്, എന്തെല്ലാം നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കുറ്റങ്ങൾ പറയുന്നു, നെഗറ്റീവ്സ് പറയുന്നു, ലൗകിക കാര്യങ്ങൾ പറയുന്നു. അതായത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദേവാലയത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഓരോ ഒരുക്കവും ഇല്ലാതെ ആയിരിക്കാം ദേവാലയത്തിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങാതെ ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ സംതൃപ്തി ഉണ്ടാവുള്ളൂ. ആ സംതൃപ്തി എന്താണെന്നറിയാമോ? ആ സംതൃപ്തിയാണ് ഇനി കുർബാനക്കടമില്ലല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. അല്ലാതെ വലിയ ദൈവാനുഗ്രഹമൊന്നും അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് പോയി ബലി അർപ്പിച്ചാൽ കൃപയോടെ തിരിച്ചു വരാം, അനുഗ്രഹമായിട്ട് തിരിച്ചു വരാം. എന്തെങ്കിലും പള്ളിയിൽ നിന്ന് ലഭിച്ച സംതൃപ്തിയിൽ തിരിച്ചു വരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കുർബാനക്കടം വീടി എന്നുള്ള ഒരു സംതൃപ്തി മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഇന്ന് അനേകർ ഈ ഒരു സംതൃപ്തിയിലാണ് ജീവിക്കുന്നത്.
ഈ ഒരു കടമ നിർവഹിച്ചു എന്നുള്ള ആനന്ദത്തിലോ സംതൃപ്തിയിലാണെന്ന് അനേകർ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ദേശത്തും ഒരു പള്ളിയുണ്ട്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നതും ഏതാണ്ടൊരു കുന്നിൻ്റെ മുകളിലൊക്കെയാണ്. ഇച്ചിരി ഉയർന്ന സ്ഥലത്താണ് എപ്പോഴും പള്ളികൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ ദേവാലയം അതൊക്കെ ബൈബിളിൽ നിന്ന് കിട്ടിയ ഈ ഒരു പ്രേരണയാണ്. ഈ ദേവാലയം കൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ വെക്കാനുള്ള പ്രേരണ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ യഹൂദ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രേരണയാണ്. നമ്മൾ ഈ കുന്നിൻ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലൊരു സങ്കീർത്തനം അങ്ങോട്ട് പാടി പ്രാർത്ഥിച്ചങ്ങോട്ട് പോയിക്കേ. പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനം ഏറ്റെടുത്ത് പാടി പ്രാർത്ഥിച്ചങ്ങോട്ട് പോയിക്കേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ട് പോയിക്കേ. തിരിച്ചു വരുമ്പോൾ അനുഗ്രഹമായിട്ട് കൃപയായിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും. ആ ഒരു അനുഗ്രഹത്തിനായിട്ട് ദിവ്യകാരുണ്യ ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.